4 ഹദീസുകൾ അതിൽ നിന്നും മതി ഒരു മനുഷ്യന്റെ ദുനിയാവും അവന്റെ ജീവിതവും അവന്റെ ആ ദുനിയാവും അവന്റെ ദീനുമൊക്കെ നന്നാകാൻ എന്ന് പറഞ്ഞ 4 എണ്ണത്തിൽ ഒന്നാമത്തേത് അവന്റെ എല്ലാ ഇബാദത്തുകളും പരിഗണിക്കപ്പെടുന്നത് നീയത്തിലൂടെയാണ്. എല്ലാ ആരാധനകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് പരിഗണിച്ചുകൊണ്ടാണ്. ആ നീയത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും കൃത്യമായി അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. ഈ വഴല് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല, അള്ളാഹുവിനല്ലാതെ. ഒരാൾക്കും അറിയാൻ കഴിയില്ല, പടച്ചവന് മാത്രമല്ലാതെ ഒരാൾക്കും കഴിയില്ല. ആർക്കും അത് ചിന്തിക്കാനും പറയാനും കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഖൽബിന്റെ ഉള്ളിലാണ് നീയത്തുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് എന്താണെന്നറിയോ? നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. വളരെ അടിവരയിട്ടുകൊണ്ട് കേൾക്കേണ്ട ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മനുഷ്യന്റെ നീയത്ത് അവന് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണത്രേ. അവന് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് അവന്റെ നീയത്താണ്, അവന്റെ കരുതലാണ്, അവന്റെ നീയത്താണ്, അവന്റെ ചിന്തയാണ്, അവന്റെ ലക്ഷ്യമാണ്, അവന്റെ ഉദ്ദേശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് ആ പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ ഖൈറ് അവന്റെ കരുതലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? 3 കാരണങ്ങളാണ് സഹോദരങ്ങളെ. ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ അമലിനേക്കാൾ അവന്റെ നീയത്തിനാണ് പ്രതിഫലമുള്ളത്, അവന്റെ നീയത്തിനാണ് ശ്രേഷ്ഠതയുള്ളതെന്ന് റസൂലുള്ള പറയാനുള്ള കാരണങ്ങൾ 3 അതിൽ ഒന്നാമത്തേതെന്നറിയോ? ഒരു മനുഷ്യന് ചെയ്യാതെ തന്നെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു നീയത്തിലൂടെ. ഒരു നീയത്തുള്ള മനുഷ്യന് അവനത് ചെയ്യാതെ തന്നെ അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ്. അത് ചെയ്യണമെന്നില്ല, ചെയ്യാതെ തന്നെ അള്ളാഹു അവന് പ്രതിഫലം കൊടുക്കുകയാ. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യന് വല്ലാത്ത മോഹമാണ് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ. എന്ത് പ്രവൃത്തിയാ? ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന ഒരു പൊന്നുമോനെ, അവനെ ഹാഫിളായി ഇറങ്ങുന്നത് വരെ അവന്റെ ഫുൾ ചെലവ് ഞാൻ അങ്ങ് കൊടുത്തേക്കാമെന്ന് മനസ്സിന്റെ ഉള്ളറകളിൽ ഒരാൾക്കൊരു മോഹം വന്നെന്നിരിക്കട്ടെ. അത് ആണായാലും പെണ്ണായാലും അവരുടെ ചിന്ത, പടച്ചവനെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമോൻ, അവന് ചെറിയ കുഞ്ഞു വയറ് നിറയ്ക്കുന്ന, അവന്റെ കുഞ്ഞു വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം അവന് പഠിച്ചിറങ്ങും വരെ ഞാൻ കൊടുത്തോളാം, എനിക്ക് മോഹമാണ്, ആഗ്രഹമാണ് തമ്പുരാനെ എന്നൊരു മനുഷ്യന്റെ മനസ്സൊന്ന് മന്ത്രിച്ചാൽ, ആ മനുഷ്യനൊന്ന് ചിന്തിച്ചു പോയാൽ അള്ളാന്റെ തിരുദൂതര് പറയുകയാ, അത് നീ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നു, നീ സാമ്പത്തിക പിരിമുറുക്കത്തിലായി പോയി, സാമ്പത്തിക പ്രാരാബ്ധത്തിലായി പോയി, സാമ്പത്തിക മാന്യം നിന്നെ തേടിയെത്തി, കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ മനസ്സിന്റെ നീയത്തുണ്ടല്ലോ, കൊടുത്തതുപോലെ അള്ളാഹു പ്രതിഫലം തരുന്നതാ, കൊടുത്തതുപോലെ പ്രതിഫലം അല്ല തരുന്നതാ. ഏറ്റോണ്ട് പോയിട്ട് സമ്പത്തുണ്ടായിട്ടും കൊടുക്കാത്തവന്റെ കഥയല്ല പറയുന്നത്. പിന്നെയോ സഹോദരങ്ങളെ, ഒരു അമല് ചെയ്യണമെന്ന് മനസ്സിന്റെ മോഹം വന്നു. ആ മോഹം അവനെ വല്ലാതെ, അത് ചെയ്യാനുള്ള വഴികളെല്ലാം അവന് തേടിക്കൊണ്ടിരുന്നു. പക്ഷെ ചെയ്യാൻ അവന് സാധിച്ചില്ലെങ്കിൽ പോലും ആ നീയത്തിന് അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാ. ചെയ്യാതെ തന്നെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നീയത്ത്. 1. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ സഹോദരങ്ങളെ? ഒരാൾക്കും റിയാ വരാത്ത, ലോകമാന്യത വരാത്ത, പ്രകടന പരത വരാത്ത ഒന്നേ ഒന്ന് ലോകത്തിലുണ്ടെങ്കിൽ അത് നിസ്കാരമല്ല, അത് നോമ്പല്ല, അത് സകാത്തല്ല, ഹജ്ജല്ല, ഉംറയല്ല. അത് സഹോദര അവന്റെ നീയത്താണ്, അവന്റെ മനസ്സിന്റെ കരുതലാണ്, അവന്റെ മനസ്സിന്റെ ചിന്തയാണ്, അവന്റെ മനസ്സിന്റെ തോന്നലുകളാണ്, മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്. ഇത് പഠിപ്പിച്ചത് ഞാനല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ വരെ തമാശയ്ക്ക് പോലും അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത ആമിനയുടെ തങ്കക്കുടമേ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, നമ്മുടെ വികാരമേ, നമ്മുടെ വിചാരമേ, കരളിന്റെ കഷ്ണമേ, ഹൃദയത്തിന്റെ തുടിപ്പേ, കണ്ണിലെ കൃഷ്ണമണിയേ, റൂഹി ഫിദാ നബിയു സഖലൈനി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ ഖൽബിലാണ് നീയത്തുള്ളത്. അത് ലോകത്ത് അവന്റെ ആർക്കും തന്നെ കാണുക സാധ്യമല്ല. ഇന്ന് രാത്രി ചെന്ന് ഉറങ്ങാൻ കിടക്കുന്ന ഭർത്താവ് തന്റെ ചൂടും ചൂരും
ഊരുമേറ്റുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് ഒട്ടിക്കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ അറിയുന്നില്ല, ആ ഭർത്താവിന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്. ആ ചിന്ത മറ്റൊന്നുമല്ല, നാളെ 10 പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, നാളെ 10 പാവപ്പെട്ടവന്റെ പള്ള നിറച്ചു കൊടുക്കണമെന്ന ചിന്ത ഭർത്താവിന് വരുമ്പോൾ ഒരിക്കലും തന്റെ ശരീരത്തിന്റെ സ്പർശന ദർശനങ്ങളോടെ കിടക്കുന്ന ആ പ്രിയപ്പെട്ടവളത് അറിയുന്നില്ല. പൊന്നുമക്കൾ അറിയുന്നില്ല, ഒരാൾക്കും അത് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ നീയത്ത് കൽബിനകത്ത് നിന്നാണ് വരുന്നത്. നിസ്കാരം ശരീരത്തിന്റെ അവയവങ്ങളിലാ, നോമ്പ് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലൂടെയാ, സകാത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നതിലൂടെയാ, ഹജ്ജ് ചില കർമ്മങ്ങളാണ്. എന്നാൽ നീയത്ത് അങ്ങനെയല്ല. അതാരും കാണാത്ത വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹു കൊടുക്കുന്ന ഒന്നാണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അമൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത നീയത്തിനാണ് എന്ന്. ഇനി മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്, ഖൽബ് അഷ്റഫാ. ഒരു മനുഷ്യന്റെ ഹൃദയം ഏറ്റവും മഹത്തായ അവയവമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അവയവം അവന്റെ കണ്ണല്ല, അവന്റെ നാവല്ല, അവന്റെ ചുണ്ടല്ല, അവന്റെ കാതല്ല, കൈയല്ല, കാലല്ല, വായല്ല, വയറല്ല. ഏത് അവയവമാണ് അവന് ഏറ്റവും ശ്രേഷ്ഠമായ അവയവം എന്നറിയോ? അവിടെന്ന് പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരു മാംസപിണ്ഡമുണ്ട്, മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ സർവ്വതും മോശമായി. അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്. അത് ഹൃദയമാണ്, ഹൃദയമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം രാജാവാണ്. ആ രാജാവാകുന്ന ഹൃദയത്തിന്റെ ദൂതന്മാരാണ് നാവ്, കണ്ണ്, മൂക്ക്, നാക്ക്, വയറ്, കൈകാലുകൾ. ഇതെല്ലാം കൽബാകുന്ന ഹൃദയത്തിന്റെ പ്രജകളാണ്. രാജാവാകുന്ന ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ പ്രജകളാണ്, പട്ടാളക്കാരാണ്, സൈന്യമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് അത് തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങാ. കൈകെട്ടി നിസ്കരിക്കുമ്പോ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം. അതെന്താണ്? എന്റെ പടച്ചവന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു, വേറെ ആരെയും കാണിക്കാനല്ല. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, തബൂക്ക് യുദ്ധം നടക്കുകയാണ്. ആ തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ 3 കൂട്ടം ആളുകൾ തബൂക്ക് യുദ്ധത്തിൽ പോയിട്ടില്ല. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അവര് പിന്നെ പോകാമെന്ന് പറഞ്ഞവരാ. അവര് പറഞ്ഞു, ഇപ്പോൾ പോകാനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ പിന്നീട് പൊയ്ക്കോളാം. അതിൽ രണ്ടാമത്തെ വിഭാഗം, ഇല്ല, ഞങ്ങൾ അതിന് പോകലില്ല, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല, കഠിനമായ ചൂടാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശമില്ല. മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, വാളുകളില്ല, പരിചകളില്ല, പടയങ്കികളില്ല, പടക്കോപ്പുകളില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. യാ റസൂലല്ലാഹ്, ഞങ്ങൾ കൂടെ വന്നോട്ടെ നബിയേ. അസത്യത്തിന്റെ വക്താക്കളുടെ കടക്കൽ കപ്പിവച്ച് കബന്ധങ്ങളാക്കട്ടെ നബിയേ. ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം സ്വീകരിക്കട്ടെ റസൂലേ. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഇല്ല, നിങ്ങളുടെ കയ്യിൽ വാളുകളില്ലല്ലോ, പരിചകളില്ലല്ലോ, പടയങ്കികളില്ലല്ലോ, പടക്കോപ്പുകളില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വരണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബ പറയുകയാണ്, അവിടെ നിന്നവര് പോകുമ്പോ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത സങ്കടത്തോടെ, വേദനയോടെ, ഋണാങ്കണത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി ചുവടുവെക്കാൻ അവർക്ക് കഴിയില്ലല്ലോ എന്ന ആ ഒരു സങ്കടത്തോടെ, ദുഃഖത്തോടെ അവരവിടെ നിന്ന് വീടുകളിലേക്ക് കരഞ്ഞുകൊണ്ടു പോവുകയാ. പക്ഷേ തബൂക്കിൽ ചെന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് അവിടെ യുദ്ധം ചെയ്യുന്ന സൈന്യത്തോട് പറഞ്ഞതെന്തെന്നറിയോ? സഹാബ, നിങ്ങൾ മദീനയിൽ നിങ്ങൾ ഉപേക്ഷിച്ചു വന്ന ഒരു സമൂഹമുണ്ടല്ലോ സഹാബ, അവര് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ ഇവിടെ ചുവട് വെച്ചാലും അവര് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വെട്ടുമ്പോൾ നിങ്ങളുടെ കൂടെ വെട്ടാൻ അവരുണ്ട്, തടുക്കുമ്പോൾ തടുക്കാൻ അവരുണ്ട്. നിങ്ങൾ ഏത് പാതകളിലൂടെ സഞ്ചരിച്ചാലും അവരവിടെ കൂടെയുണ്ട്. അവര് ചോദിച്ചു, നബിയേ, നഹ്നു ബിൽ തബൂഖി വഹും ബിൽ മദീന, ഞങ്ങൾ ഇവിടെ തബൂക്കിലും അവര് മദീനയിലുമല്ലേ, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താ.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഹബസത്തുഹുമുൽ ഉദുറു, അവര് വരാത്തത് മനഃപൂർവ്വമല്ല, അവർക്ക് ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് വരാത്തവരാണ്. അവർക്ക് ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ട് അവർ വരാത്തതാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം അവർക്കുമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട സഹാബത്തിനെ പഠിപ്പിക്കുകയാ. ചില ആളുകളെ ഹജ്ജിന് പോകാൻ വലിയ മോഹമുണ്ടാകും, ഉംറയ്ക്ക് പോകാൻ വളരെ മോഹമുണ്ടാകും. ആളുകൾക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അവര് ഹജ്ജിന് പോകാൻ അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലല്ലോ. അവരെ പറ്റി ഒരു കവി പറഞ്ഞത് എന്തെന്നറിയോ? യാ റാഹിലീന ഇലൽ ബൈത്തിൽ അതീഖി ലഖദ് റഹ്തും ജുസൂമൻ വറഹ്നാ നഹ്നു അർവാഹാ. യാ റാഹിലീന ഇലൽ ബൈത്തിൽ അതീഖി ലഖദ് റഹ്തും ജുസൂമൻ വറഹ്നാ നഹ്നു അർവാഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രക്കാരാ, നിങ്ങൾ ശരീരത്തോടെയാണ് പോകുന്നതെങ്കിൽ വറഹ്നാ നഹ്നു അർവാഹാ, ഞങ്ങളുടെ റൂഹ് അവിടെ തന്നെയാണ്, ഞങ്ങളുടെ ശരീരം അവിടെയില്ല. മത്താഫിലൂടെ ഞങ്ങളുടെ കാല് വെച്ചിട്ട് തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല, സഈ ചെയ്യാൻ മസ്ഈൽ ഞങ്ങളുടെ കാല് വെച്ചിട്ട് മസ്ഈൽ സഈ ചെയ്യാൻ പറ്റുന്നില്ല. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് ഇഹ്റാം കെട്ടിയിട്ട് മീഖാത്തിൽ നിന്ന് യാത്ര തിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു ഹാജി ഇവിടെ നിന്ന് യാത്ര തിരിച്ചാൽ ഹജ്ജിന്റെ അമലുകൾ തീരുന്നത് വരെ അറഫ മുതൽ മുസ്ദലിഫ മുതൽ മിന വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തിരികെ വരുന്നത് വരെ സങ്കടത്തോടെ ഇരിക്കുന്ന സമൂഹമേ, അവരുടെ റൂഹുകൾ അവിടെയാണ്, അവരുടെ ആത്മാക്കൾ അവിടെയാണ്. ഇന്നാ അഖംനാ ലിഉദ്രിൻ ഖദ് അലമ്മ ബിനാ വമൻ ഖാമ അലാ ഉദ്രിൻ ഫഖദ് റാഹാ. കാരണമുള്ള സ്ഥിതിക്ക് ഒരാൾ വീട്ടിലിരിക്കേണ്ടി വന്നാൽ അവൻ അല്ലാഹു അത് ചെയ്തതുപോലെ അല്ലാഹു പരിഗണിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠം അവന്റെ നീയത്തിനാണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരു മനുഷ്യന്റെ കർമ്മത്തെക്കാൾ അവന്റെ നീയത്തിനാണ് പ്രാധാന്യമുള്ളത്. നീയത്ത്, അതാണ് ഏറ്റവും പ്രാധാന്യം. അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്ത് പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീയത്തില്ലാതെ അമലുകൾ ഒന്നും സ്വീകരിക്കില്ല. ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു അമല് പോലും ദുനിയാവിൽ അല്ലാഹു വെച്ചിട്ടില്ല. നീയത്തുണ്ടോ, അല്ലാഹു അതിന് സ്വീകാര്യമായ നിലയിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കബൂലിയത്തുണ്ടായി നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലെങ്കിൽ ആ ഇബാദത്തിന് അള്ളാഹു എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് നമുക്ക് അള്ളാഹു സമ്മാനിക്കും. സ്വർഗമാണെങ്കിൽ സ്വർഗം, കഫാറത്താണെങ്കിൽ കഫാറത്ത്, രോഗശമനമാണെങ്കിൽ രോഗശമനം, സാമ്പത്തിക പ്രതിബദ്ധത, സാമ്പത്തിക മുന്നേറ്റമാണെങ്കിൽ അങ്ങനെ, മാനസിക വ്യഥകൾ മാറലാണെങ്കിൽ അങ്ങനെ, വ്രണത ഹൃദയം ഉണങ്ങലാണെങ്കിൽ അങ്ങനെ, വ്യഥിത ഹൃദയത്തിന്റെ മുറിവ് മാറലാണെങ്കിൽ അങ്ങനെ, എന്താണോ ഒരു അമല് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹു സ്വീകരിക്കും. അതിലൊരു സംശയമില്ല. സൂറത്തുൽ വാഖിയ ഓതുന്നവന് ആഖിറത്തിൽ പ്രതിഫലമുള്ളതിനോടൊപ്പം തന്നെ ദുനിയാവിൽ അവന്റെ ദാരിദ്ര്യം മൊത്തം മാറിക്കിട്ടും. ഒരു സംശയവും വേണ്ട, ദാരിദ്ര്യം മുഴുവനും മാറിക്കിട്ടും സൂറത്തുൽ വാഖിയ ഓതിക്കഴിഞ്ഞാൽ. പക്ഷേ ആ നീയത്തിൽ ഓതണം, ആ നീയത്തിൽ ഓതണം. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് അവന്റെ കരുതലാണ്. ഞാൻ നീയത്തിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇഖ്ലാസ് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് മന്നാനി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതുകൊണ്ട് നീയത്തിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ആഖിറമല്ലാതെ വേറെ എന്ത് നമ്മൾ അതിൽ പ്രതീക്ഷ വെച്ചാലും നീയത്ത് വെച്ചാലും അള്ളാഹുവിനത് വേണ്ട, അള്ളാഹ്ക്കത് വേണ്ട. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവൻ ദുനിയാവാണ് അതിന്റെ പിന്നിൽ ലക്ഷ്യമാക്കുന്നതെങ്കിൽ ആ അമല് പടച്ചവന് വേണ്ട. മങ്കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്.
ശദീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് സൂറത്തുൽ ഇസ്രായിൽ, മങ്കാന യുരീദുൽ ആജില, ആരെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ദുനിയാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവന്റെ നിയ്യത്ത് ദുനിയാവാണെങ്കിൽ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാക്കി അല്ലാഹു തരുന്നതാ. ഏതെങ്കിലും ഒരാൾ ഉദ്ദേശിക്കുന്ന ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിലും, നോമ്പ് പിടിക്കുന്ന നോമ്പുകാരാ, നിന്റെ കൊടവയറ് കുറയാനാണ്, ഷുഗർ കുറയാനാണ്, പ്രഷർ കുറയാനാണ്, നിന്റെ ഏതെങ്കിലും ശരീരത്തിന്റെ അവയവങ്ങൾക്ക്, പാർട്സുകൾക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയാ നീ നോമ്പ് പിടിക്കുന്നതെങ്കിൽ, നിന്റെ കൊടവയറ് പെട്ടെന്ന് അല്ലാഹു അങ്ങ് കുറച്ചു തരുന്നതാ, നിന്റെ ഷുഗർ അല്ലാഹു കൺട്രോൾ ചെയ്യുന്നതാ, നിന്റെ പ്രഷർ അല്ലാഹു തആല കൃത്യമായ അളവിൽ കൊണ്ടെത്തിക്കുന്നതാണ്. കാരണം അല്ലാഹു റഹ്മാനാണല്ലോ. നീ ചെയ്തതിന് ദുനിയാവിൽ വെച്ച് അല്ലാഹു അതിനുള്ള പ്രതിഫലം തരികയാ. ثم جعلنا له جهنم يصلاها مذموما مدحورا. എന്നിട്ട് നാളെ പരലോകത്ത് നീ കടന്നു വരുമല്ലോ. ദുനിയാവിന്റെ നിശ്ചയങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്തു പോയ മനുഷ്യ, നീ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു അതിനെ ഏറ്റവും അപമാനിതനായി, അല്ലാഹു നിന്നെ അപമാനിതനായി, തള്ളപ്പെട്ടവനായി പടച്ചവനങ്ങ് മാറ്റി നിർത്തുകയാ. നീ പിടിച്ച നോമ്പിന് നിനക്ക് അല്ലാഹു ആഖിറത്തിലൊന്നും തരൂല. ഇത് ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്നവന്റെ കാര്യമാ. ഇനി ആഖിറം മാത്രം ലക്ഷ്യമാക്കുന്നവന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹു അവനെ പറ്റി പറഞ്ഞത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആഖിറത്തിന് വേണ്ടിയാണ് അവന് പരിശ്രമിക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഷ്കൂറാക്കി മാറ്റുന്നതാണ്, അവന്റെ സഈനെ മഷ്കൂറാക്കുന്നതാ. എന്ന് പറഞ്ഞാൽ അവന് കൃത്യമായി വണ്ണമായ പ്രതിഫലം അവിടെ അല്ലാഹു കൊടുക്കുന്നതാ. ഒന്ന് ദുനിയാവിന് വേണ്ടി ചെയ്യുന്നത് അത് അല്ലാഹു ഇവിടെ അവന് കൊടുക്കും, പക്ഷേ ആഖിറത്തിൽ അവന് വട്ടപൂജ്യമാണ്. രണ്ടാമത് പറഞ്ഞത് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അല്ലാഹു അവിടെ എല്ലാ നന്മകളും അവന് പ്രതിഫലവും അവിടെ കൊടുക്കുകയാ. ഒരു ദിവസം ഒരു സഹാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഒരാൾ എന്തെങ്കിലും ഒരു അമല് ചെയ്യുമ്പോൾ അതിൽ ദുനിയാവും ആഖിറം കൂടി ലക്ഷ്യമാക്കിയാൽ അവന് ദുനിയാവിൽ കിട്ടേണ്ടതും വേണം, ആഖിറത്തിൽ കിട്ടേണ്ടതും വേണം. അതുകൊണ്ട് നബിയെ, അവനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ശൈഅ ലഹു, അവന് ഒന്നും ആഖിറത്തിൽ കിട്ടൂല. ആഖിറവും ദുനിയാവും ലക്ഷ്യമാക്കിയാ പോലും അല്ലാഹു ആഖിറത്തിലൊന്നും കൊടുക്കൂല. ആ സഹാബി വിട്ടില്ല. ഒരു വട്ടം ചോദിച്ചു, രണ്ടു വട്ടം ചോദിച്ചു, മൂന്നാമത്തെ പ്രാവശ്യവും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? പൊന്നുമോനെ, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തഗാ ബിഹി വജ്ഹുഹു. ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുമ്പോ ആ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിലുള്ള ഡിമാൻഡ് ഇല്ലാ മാ കാന ലഹു ഖാലിസാ, ഖാലിസാകണമെന്ന. ഖാലിസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. ഖാലിസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖാലിസ് എന്ന് പറഞ്ഞാൽ വേറെ കലർപ്പൊന്നുമില്ലാത്ത, സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത അമലായാൽ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് ചെയ്താലും, ഞാൻ നിയ്യത്ത് അവസാനിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്താലും അതില് അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും നമ്മൾ കാണണ്ട, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട റിയാസ് മന്നാനി നന്നായിട്ട്, ഞാൻ നാട്ടുകാരെ അഭിനന്ദിക്കുകയാണ്, അള്ളാഹു ഈ ജമാഅത്തല്ലേ ഉസ്താദേ? അൽഹംദുലില്ലാ. പനവൂര് പോലത്തെ ഒരു മഹല്ലാണ് മന്നൂർ ഭാഗം മുസ്ലിം ജമാഅത്ത്. അള്ളാഹു ഇതിന്റെ പരിപാലകർക്ക് അർഹമായ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടുത്തെ ജനങ്ങൾക്ക് അള്ളാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണെന്നറിയോ, ഞാൻ പറയാതെ പോകുന്നത് ഒരു ശരിയായ രീതി അല്ലാത്തത് കൊണ്ട്, ഇത് ലൈവാണല്ലോ, ലോകം മൊത്തം നാളെ എന്നൊക്കെ. അപ്പൊ ഏതായിരുന്നാലും ലോകം മൊത്തം കാണുമല്ലോ.
അപ്പൊ അതുകൊണ്ട് പറയാം, മന്നൂർ ഭാഗം മുസ്ലിം ജമാഅത്ത് ഈ മണ്ണിൽ പിറന്ന് ഈ മണ്ണിൽ ഓടി വളർന്ന് ഈ മണ്ണിന്റെ സന്തതിയായ ഒരു മതപണ്ഡിതനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വേദി കൊടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് വളരെ കരണീയമാണ്, വളരെ അഭികാമ്യമാണ്, അതിലേറെ അനിവാര്യവുമാണ്. എന്റെ നാട്ടില് പരിപാടി വെച്ചാൽ അൽഹംദുലില്ലാ ഏകദേശം എന്നൊക്കെ വഴല് വെച്ചിട്ടുണ്ടെങ്കിലും എന്നോടൊരു ദിവസം ഡേറ്റ് ചോദിക്കാറുണ്ട്. ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പൊതുപരിപാടികൾ വരുമ്പോൾ ക്ഷണിക്കാറുണ്ട്. അത് ഒരു നാട്ടുകാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഇനി കാസർഗോഡ് ചെന്നിറങ്ങുമ്പോ മുല്ലമൊട്ട് വിതറിയിട്ട് പട്ട് മെത്തയിൽ കിടത്തിയിട്ട് വെഞ്ചാമരം വീശി അണ്ടിപ്പരിപ്പും ബദാമും ജ്യൂസ് അടിച്ച് തന്നാ പോലും ഈ മഹത്വം ആവൂല. കാരണം എന്താ? സ്വന്തം നാട്ടില് എത്ര റിങ്ങിക്കിടന്ന് സർക്കസ് കാണിച്ചാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വരണം. അപ്പൊ സ്വന്തം നാട്ടിലൊരു വില ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഖ്ലാസൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതൊരു അമലായാലും ഞാൻ ആ കാര്യം തൽക്കാലം ഒഴിവാക്കാൻ, കാരണം ആവർത്തന വിരസത വന്നുപോയാൽ മണിക്കൂർ നമുക്ക് മറിഞ്ഞുകൊണ്ടിരിക്കും, മിനിറ്റുകൾ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ എങ്ങനെ പറയും? ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ഇന്നലെ ഞാൻ പ്രസംഗിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ കഴിയും. ആ സ്ഥലത്ത് നമ്മൾ ഇന്ന സ്ഥലത്താണ് ഇന്ന് പ്രസംഗമെന്ന് പേജിലൂടെയൊക്കെ അറിയിക്കുമ്പോ ആ സ്ഥലത്തുള്ളവർക്കതൊരു വരാനും ആ പ്രസംഗത്തിൽ പങ്കാളികളാകാനും ഒക്കെ ഉള്ള ഒരു കാര്യം അവർക്ക് അതിൽ നിന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറിയിപ്പ് കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ പ്രസംഗിക്കാൻ പോകുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ അഡ്മിന്മാർ ഇടുന്ന സമയത്ത് അതിൽ വന്ന കമന്റുകൾ ആ സ്ഥലത്തെ ചില അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടായിട്ട് അത് സാഹചര്യങ്ങളുടെ പേരിലോ ഒക്കെ ചെയ്തു കൂട്ടുന്ന, ഉറൂസിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തി ദോഷങ്ങൾ, അത് പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അത് ഉള്ള സ്ഥലത്ത് ഉസ്താദ് പോകുന്ന ശരിയാണോ എന്നൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല ആളുകൾ ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാൻ ഒന്നും മറുപടി കൊടുത്തില്ല. ചില ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അവിടെയൊക്കെ പോകുന്ന എന്തിനാ ഉസ്താദേ, നമ്മൾ പോകണ്ടേ? അവിടെ പോയിട്ട് ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ല വരേണ്ടത്. അവിടെ പോയിട്ട് മക്കളെ ഇതൊക്കെ തെറ്റാണ്, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അത് ചെയ്യണമല്ലോ. ഞാൻ അവിടെ പോയി കൃത്യമായി അവരെ ആർക്കും വിഷമമില്ലാത്ത നിലയിൽ, കാരണം ഒരാളെ ഒരിക്കലും അപമാനിക്കാൻ പാടില്ലല്ലോ വേദിയിൽ, അവർക്ക് അത് ഏതാണ് ചെയ്യേണ്ടത്, എന്താണ് വരും വർഷങ്ങളിൽ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി അവരെ ധരിപ്പിക്കുകയും ആ വിഷയം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അടുത്ത വർഷം ആവർത്തിക്കോ ഇല്ല ഒന്നും അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഉറൂസ് എന്ന പേരിൽ, ഞാൻ ഇനി ആ സ്ഥലം അങ്ങ് വിടുകയാണ്, ഉറൂസ് എന്ന പേരിൽ കാസർഗോഡ് ജില്ല മുതൽ കന്യാകുമാരി വരെ കേരളത്തിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ നടക്കുന്ന 75% കാര്യങ്ങളും ഇസ്ലാമികമല്ല. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പണ്ഡിത ധർമ്മമാണ്. അതുവഴി എന്തെങ്കിലുമൊക്കെ സംഘടനകളുടെ ലേബൽ ഒട്ടിക്കപ്പെട്ടാലും അതിലും പ്രശ്നങ്ങളൊന്നുമില്ല. അത് പറയേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കാണ്. ആന എടുക്കുന്ന ഒരു ഉറൂസിന് പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ആന എന്താണെന്നറിയോ? അത് ഏതാനയാ? ഇടയ്ക്ക് ഏതൊരു സിനിമ ഞാൻ മറന്നുപോയി. ആ സമയങ്ങളിൽ ഞാൻ പല വേദികളിലും ആ സിനിമയുടെ പേരടക്കം ഞാൻ പറഞ്ഞിട്ട് പ്രസംഗിച്ചിരുന്നു. തൃശ്ശൂർ ജില്ലയില് ഇത് പറഞ്ഞു എന്നതിന്റെ പേരില് എന്നെ അങ്ങ് ഭസ്മാക്കി കളയൊന്നുമില്ല. കാരണം ദീനാണ് എന്നത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്രയോ 10 ലക്ഷം രൂപ കൊടുത്തിട്ട്, 10 ലക്ഷം രൂപയാണ് ആ ആനയെ കൊണ്ടുവരുന്നതിന്. ആ ആനയെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? മുട്ടയും പാലും എടുത്തിട്ടൊരു മരത്തിന്റെ മുകളിൽ വെച്ചു കൊടുക്കണം. അവിടെ പാമ്പുണ്ട്, ആ പാമ്പ് തിന്നും. അത് ഉറൂസുമായി ബന്ധപ്പെട്ട. അതെന്തിനാ 10 ലക്ഷം രൂപ പാമ്പിന് പാലും മുട്ടയും കൊടുക്കുന്നതിന് 10 ലക്ഷം കൊടുത്തിട്ട് ഏറ്റവും വലിയ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും വില കൂടിയ ആനയെ ഏതോ ഒരു സിനിമയിൽ ആന ഉണ്ടായിട്ടുണ്ട്. ആ ആനയെ മാത്രമേ
ബഹുമാനപ്പെട്ട ആ മഖാം ഉറൂസിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാർ കൊണ്ടുവരുള്ളൂ. തോന്നിയാസവും വിവരക്കേടും എന്നല്ലാതെ ഇതിനെന്താ പറയാൻ കഴിയാ? ഇതൊക്കെ വിവരക്കേടല്ലേ? ഞാൻ പലപ്പോഴും അവിടെ അതിന്റെ പരിസരത്ത് പിന്നെ അവിടെ വയൽ വെച്ചിട്ടില്ല. പരിസരത്ത് ഞാൻ പറഞ്ഞു, അള്ളാഹു ഈസാ നബിക്ക് കൊടുത്ത കഴിവ് പോലെ ഈ കാലഘട്ടത്തിലെ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കഴിവ് കൊടുത്തിട്ട് കൊമ്പി ഇതിനില്ല എന്ന് പറഞ്ഞ് ആ ഖബറ് കിടക്കുന്ന മഹാൻ എഴുന്നേറ്റങ്ങാനം വന്നാൽ ആദ്യം കാല് മടക്കി അടിക്കുന്നത് കമ്മിറ്റിക്കാരനെ ആയിരിക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. മാറിയേ പറ്റൂ. തോന്നിയാസം ദീനിന്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കരുത്. അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടം വന്നാലും അതൊക്കെ ഒരു അവാർഡ് പോലെ അതൊക്കെ സ്വീകരിക്കാൻ ഉലമാക്കൾ രംഗത്ത് വരണം. അള്ളാഹു അതിന് നമ്മുടെ ഉലമാക്കൾക്ക് സർവശക്തിയും അള്ളാഹു ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ ദീനിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ കാലേക്കൂട്ടി നിങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് നീയത്ത് എന്ന് പറയുന്ന സംഗതി ഞാൻ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നീയത്ത് നല്ലതാണെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതിന്റെ അകക്കാമ്പ് തൊട്ടറിയേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന്റെ നീയത്തിനാണ് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത്. സാക്ഷാൽ ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെ തന്നെ മുസ്നദ് അഹ്മദിലും നസായിലും കൊടുത്തിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനതാ തന്റെ കയ്യിൽ കുറച്ച് പണവുമായിട്ട് പുറത്തേക്ക് വരികയാ. അയാളുടെ മനസ്സിന്റെ ആഗ്രഹം എന്തെന്നറിയോ? ആർക്കെങ്കിലും സദഖ കൊടുക്കണം, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ സമയത്ത് അദ്ദേഹം സദഖയുടെ മുതലുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെരുങ്കള്ളനെ കണ്ടുമുട്ടുകയാ. ആ കള്ളനെ കണ്ടപ്പോൾ ആ സദഖയുടെ മുതൽ അവന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ട് അയാൾ അങ്ങ് പോയി. ആളുകൾ, നാട്ടുകാര് പറയാൻ തുടങ്ങി, കള്ളന് സദഖ കൊടുത്തവനോ. നമ്മുടെയൊക്കെ നാടൻ ഭാഷയുണ്ടല്ലോ, കള്ളന് കഞ്ഞി വെച്ചവനെന്ന്. ഈ കള്ളനെന്തിനാണ് സദഖയുടെ മുതൽ കൊടുത്തത്? അയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ആളുകളെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൂവി കള്ളന് സദഖ കൊടുത്തവനാണ് അവനെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖി, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖി, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖി. ഒരു കള്ളന് സദഖ കൊടുക്കാൻ പറ്റിയ അതിന് കൊടുക്കാനുള്ള ഭാഗ്യം തന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതി റബ്ബേ, നിന്നെ ഞാൻ സ്തുതിക്കുകയാണ് അല്ലാ. നാട്ടുകാര് മുഴുവനും എതിരായി. ആളുകളെ പറഞ്ഞു, എത്ര പാവങ്ങൾ ഉണ്ടായിരുന്നടോ, നീ പണം കൊണ്ടുവന്ന് കള്ളനെ കൊടുത്തത് എന്തിനാണ്? അള്ളാഹുവിന് വേണ്ടി ആ മനുഷ്യൻ ചെയ്തിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നു പോയി. പിറ്റേന്ന് പ്രഭാത സൂര്യൻ പൊട്ടിവിടർന്നു. കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോ സഹോദരങ്ങളെ, ആ മനുഷ്യൻ വീണ്ടും സദഖയുടെ മുതലും കൊണ്ട് പുറത്തേക്ക് വരികയാ. ആർക്കാ ഇതൊന്ന് കൊടുക്കുക? നടന്നു പോകുമ്പോൾ അതാ വരുന്നു വ്യഭിചാരിണിയായ പെണ്ണ്, വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണ്, തന്റെ ശരീരം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പെണ്ണ്. ആ പെണ്ണ് വന്നപ്പോ അഭിസാരികയായ പെണ്ണിന് തന്റെ സദഖയുടെ മുതൽ കൊടുത്തിട്ട് അയാൾ നടന്നു നീങ്ങിയപ്പോ ആളുകൾ ഇളകാൻ തുടങ്ങി. ആളുകൾ പരാതിയും പരിഭവവുമായിട്ട് വരാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്തോ ഒരു മനുഷ്യനാണ്, ഇവന് പ്രാന്തുണ്ടോ? ഒരു വ്യഭിചാരി പെണ്ണിനെന്തിനാണ് സദഖ കൊടുത്തത്? ഇവിടെ എത്രയോ വിധവകളായ പെണ്ണുങ്ങളുണ്ട്, ഇവിടെ എത്രയോ അനാഥകളായ കുഞ്ഞുമക്കളുണ്ട്, അവർക്കാർക്കും കൊടുത്തില്ല. ഇയാൾ എന്തിനാണ് ഒരു വ്യഭിചാരിണിയായ പെണ്ണിന് കൊടുത്തത്? അയാൾ ആ സമയത്ത് അല്ലാഹുവിന്റെ വാനലോകത്തേക്ക് കണ്ണും നട്ടിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാനിയ, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാനിയ, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാനിയ. ഒരു വ്യഭിചാരിയായ പെണ്ണിന് സദഖ കൊടുക്കാനുള്ള ഭാഗ്യം തന്ന അല്ലാഹ്, നിനക്ക് സർവസ്തുതി തമ്പുരാനേ എന്ന് പറഞ്ഞിട്ട് നടന്നുപോയി. ഇത് ഒരു ഹദീസ് ഗ്രന്ഥത്തിലല്ല, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, നസായിലുണ്ട്, അബൂദാവൂദിലുണ്ട്.
അബു അഹമ്മദിലുണ്ട്. ഇതിലെല്ലാം കൊടുത്ത ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, മൂന്നാം ദിവസം പ്രഭാത സൂര്യൻ പൊട്ടിവിടർന്നപ്പോൾ സദഖയുടെ മുതലുമായിട്ട് അയാൾ ഇറങ്ങി നടന്നു. ആർക്കാണ് കൊടുത്തതെന്നറിയോ? ആർക്കാ കൊടുക്കാ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു ധനാഢ്യനായ മനുഷ്യൻ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യൻ, ഒരു ധർമ്മം ചെയ്യാത്ത മനുഷ്യൻ, ഒരാളെയും സഹായിക്കാത്ത അറുപ്പിശുക്കനായ ഒരു മനുഷ്യൻ വരികയാ. ഇട്ടുമൂടാനുള്ള പണം അയാൾക്കുണ്ട്. അയാൾ വന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സദഖയുടെ മുതൽ പണക്കാരന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാ. ആളുകൾ പറഞ്ഞു, ഇവന് ഭ്രാന്തല്ലാതെ മറ്റൊന്നുമല്ല, ഇവന് ആരെങ്കിലും കാശ് കൊടുക്കോ? അവൻ ഇട്ടുമൂടാനുള്ള പണമുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ അവൻ ആർക്കെങ്കിലും സദഖ കൊടുത്ത ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഇയാൾ ഇതുകൊണ്ട് കൊടുത്ത? ഇവിടെ പെരുമയാൻ ഭാഗ്യമില്ലാത്ത 10,000ങ്ങളില്ലേ, കിടപ്പാടമില്ലാത്ത 10,000ങ്ങളില്ലേ, ചോർന്നലിക്കുന്ന ചെറ്റക്കൂരയിലെ കിടക്കുന്നവരില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ആളുകളില്ലേ. ഇയാൾക്ക് എന്തു പറ്റിയെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു അലൽ ഗനിയ്യി. ധനാഢ്യന് സദഖ കൊടുക്കാൻ ഭാഗ്യം തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതി എന്ന് പറഞ്ഞ മനുഷ്യൻ പോയി. സഹോദരങ്ങളെ, സംഭവിച്ചത് എന്തെന്നറിയോ? ആ മനുഷ്യന്റെ സദഖ മുതൽ വാങ്ങിക്കൊണ്ടുപോയ കള്ളന്, ആ കള്ളൻ അതോടുകൂടി കളവങ്ങ് നിർത്തുകയാ. ആ മനുഷ്യന് കളവങ്ങ് അവസാനിപ്പിക്കുകയാ. അവൻ പിന്നെ മോഷ്ടിക്കൂല. ഒരാൾ ചേർത്ത് നിർത്താൻ ഒരുങ്ങിയപ്പോൾ, ഒരാൾ തന്നെ പരിഗണിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ അവന് മോഷണമെന്ന തിന്മയിൽ നിന്നവന് മാറുകയാ. വ്യഭിചാരിണി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവളാണല്ലോ. സ്നേഹിക്കാനും അതുപോലെ ഒരു കരുതലിന് വേണ്ടി ഒരാളുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അവളും ആ പണിയങ്ങ് അവസാനിപ്പിച്ചു. ധനാഢ്യനുണ്ടല്ലോ, അയാൾ ചിന്തിച്ചു, ഞാൻ എത്ര മോശപ്പെട്ട മനുഷ്യനാ. ആളുകൾ എന്റെ വീട്ടിന്റെ മുമ്പിൽ വരുമ്പോ കതക് തുറക്കാതെ ഞാൻ കതകും പൂട്ടി അകത്തിരിക്കുമല്ലോ. പക്ഷേ ഒരു പാവപ്പെട്ടവൻ എന്റെ കയ്യിൽ അവന്റെ സദഖയുടെ മുതൽ കൊണ്ടു തന്നെങ്കിൽ ഇന്നു മുതൽ ഞാൻ തീർച്ച പാവപ്പെട്ടവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. ആ മനുഷ്യൻ സദഖയുടെ മുതൽ വാങ്ങിയ മനുഷ്യന് അതോടുകൂടി ധർമ്മിഷ്ഠനായി മാറുകയാ. ഇവിടെ നോക്കണേ, ജനങ്ങൾ എന്താ ചിന്തിച്ചത്? ഈ മനുഷ്യന്റെ നീയത്ത് എന്തായിരുന്നു? ഇതാണ് പറയുന്നത്, ഒരു വിശ്വാസിയുടെ അമല് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ നീയത്ത്. അവന്റെ നീയത്ത്. അതുകൊണ്ട് നല്ലത് ചെയ്യാൻ, നല്ല നീയത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്ന ഒരു രണ്ടാമത്തെ ഹദീസ്, ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമുള്ളതല്ലോ. രണ്ടാമത്തെ ഹദീസ്, അള്ളാന്റെ റസൂല് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം എന്താണെന്നറിയോ? അത് അല്പം വിശാലമായി പറയേണ്ട കാര്യമാണ്. പക്ഷെ സമയബന്ധിതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശാലമായി പറയാൻ നമുക്ക് കഴിയില്ല. എങ്കിലും പറ്റുന്നത് പോലെ പറയാം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മസൂദ് ഉസ്താദ് ഇവിടെ ഇരുന്നാൽ കൊള്ളാം. വരി. ഷാജാൻ മന്നാനി ഉസ്താദ്, ഉസ്താദന്മാരൊക്കെ ഇവിടെ ഇരുന്നാലേ അവരെ ബഹുമാനിക്കേണ്ടതാണല്ലോ. മസൂദ് ഉസ്താദ് ഇവിടെ ഇരിക്കും. വരി. ഷാജാൻ മന്നാനി ഉസ്താദ് ഇവിടെ ഇരിക്കാം. നിങ്ങൾ വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളെ ബഹുമാനിച്ചതുമാവും, രണ്ട് വരുന്നവർക്ക് കസേരയാവും. അവിടെ സ്ഥലം ഇല്ലാതെ വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് വരി, ഇവിടെ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. ഉസ്താദുമാരുണ്ടെങ്കിൽ ഈ വേദിയിൽ വന്നിരുന്നാൽ അത് റാഹത്താവും ഇൻഷാ അല്ലാഹ്. രണ്ടുപേരും കല്യാണം കഴിച്ച ഈ മഹല്ലിൽ നിന്ന്, അതാ പ്രത്യേകത. രണ്ടും പുതിയാപ്പിളാരാ വേണ്ട. ഷാജാൻ മന്നാനിയും പുതിയാപ്പിളെ, മസൂദ് വാക്കവി പുതിയാപ്പിളെ. അള്ളാഹുയുടെ കുടുംബജീവിതങ്ങളിൽ ബറക്കത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നിങ്ങൾ നോക്ക്, ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം എന്താണെന്നറിയോ? നമ്മൾ കണ്ടിട്ടില്ലേ, ആവശ്യമില്ലാത്തടത്ത് തലയിടാൻ പോകൂല. അതാണ് നല്ല ക്വാളിറ്റി. യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സമ്പ്രദായം അവനില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ധാരാളം അതിനെപ്പറ്റി ഓതാനുണ്ട്, പറയാനുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നല്ല മുസ്ലിം ഏതെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അവൻ അസ്ഥാനത്ത് കയറി അഭിപ്രായം പറയുകയോ ഏതെങ്കിലും അനവസരത്തിൽ കയറി ഇടപെടുകയോ
അകാരണമായി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അതിന് പറയുമെന്നല്ലാതെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ കയറിയിട്ട് മൂന്നാമനായി നിന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ ഒരു നല്ല മുസ്ലിമിന് കഴിയില്ല. ഇന്നുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ഈ ഒരു ദുരവസ്ഥയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു. രണ്ടുപേര് ബഹളം, രണ്ടുപേര് വഴക്കാൻ, ചായയിൽ വീണ് പോരുത്, ഇങ്ങോട്ട് നോക്കിയോളി. രണ്ടുപേര് വഴക്കാൻ, നല്ല വഴക്കൂടുകയാണ്. ആ സമയത്ത് ഒരുത്തനോട് പറഞ്ഞു പത്ര, ഞാൻ എവിടെയോ വായിച്ച് ഓർത്തതാ. ഒരുത്തൻ മറ്റൊരുത്തനോട് പറഞ്ഞു, നീ ഈ വിഷയത്തിൽ എന്നോട് തർക്കിച്ചു കഴിഞ്ഞാൽ നിന്റെ 64 പല്ലും ഞാൻ അടിച്ച് താഴെ ഇടുമെന്ന് പറഞ്ഞു. 64 പല്ലും അടിച്ച് താഴെ ഇടുമെന്ന് പറഞ്ഞു. പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ചാടിക്കേറി ചോദിച്ചു, അതിന് 32 പല്ലല്ലേ ഒരാൾക്കുള്ളൂ? അപ്പൊ ഇയാള് പറഞ്ഞു, നീ ഇടപെടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിന്റെയും കൂടെ കൂട്ടിയാ ഞാൻ പറഞ്ഞ 64. 2 വരി പല്ലുകൾ ഒരിക്കൽ നാവിനോട് പറഞ്ഞു പത്രേ, ഞങ്ങൾ നിരന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ വേണമെന്നൊന്ന് ചിന്തിച്ചാൽ നീ 2ആയി മുറിഞ്ഞ് നിലത്ത് വീഴും. നീ പിന്നെ ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഉപയോഗശൂന്യമായി മാറും. ഞങ്ങൾ 2 വരിയായി നിൽക്കുന്നവർ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു എഴുത്തുകാരന്റെ എഴുത്തിന്റെ ശകലങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന സന്ദേശം ഈ നാവ് തിരിച്ച് പല്ലുകളോട് പറഞ്ഞു, നിങ്ങൾ 32 പേരും നിരന്ന് നിന്നിട്ട് 2 വരിയായി നിൽക്കുന്ന നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്താൽ മാത്രമാണ് എന്റെ നാശം നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഞാൻ ഒരുത്തം വിചാരിച്ചാൽ മതി, നിങ്ങൾ 32 പേരും താഴെ വീഴും. ഇത് തിരിച്ച് നാവ് പറഞ്ഞതാണ്. അസ്ഥാനത്ത് കയറി നമ്മുടെ ഇടപെടലുകൾ, ആവശ്യമില്ലാത്തടത്ത് കയറി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എന്തെങ്കിലും പാഴായ കാര്യങ്ങൾ കണ്ട നമ്മൾ ഒഴിഞ്ഞങ്ങ് പോണം. അത് വിശ്വാസിയുടെ വിശേഷണമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസികളുടെ വിശേഷണങ്ങളിൽ ഒന്നാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. ഏതെങ്കിലും ഒരു മോശമായ വഴികളിലൂടെ നടന്നു പോകുമ്പോ നമ്മൾ മോശപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ആദരിക്കപ്പെട്ടവരാണ്. നമ്മൾ ആ ആദരവ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മര്യാദയ്ക്ക് നടന്നു പോകണമെന്ന് സൂറത്തുൽ ഫുർഖാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 ആയത്തുകൾ നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മൾ ഒരിക്കലും അനാവശ്യ ഇടപെടലുകൾ നടത്താതിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാവി സമ്മാനിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതിയ ആയത്തില് അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളിപ്പോ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോ 2 പേര് എന്തെങ്കിലും കച്ചറ കൂടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, കച്ചറ കൂടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതുവഴി നടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരാൾ തർക്കിക്കാൻ വന്നു, റബീഉൽ അവ്വലും റമളാനുമാകുമ്പോഴാണ് തർക്കം കൂടുന്നത്. പ്രസ്സുകാർക്ക് കൂടുതൽ നോട്ടീസ് അടിക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ചില ആളുകൾ നബിദിനം വേണം, ചില ആളുകൾ നബിദിനം വേണ്ട. റബീഉൽ അവ്വൽ ആകുമ്പോ, റമളാൻ ആകുമ്പോ തറാവി 8, ഒരു വിഭാഗം പറയും തറാവി 12, മറ്റൊരു പറയും തറാവി 20. ഈ 3 കൂട്ടർക്ക് നോട്ടീസ് അടിച്ചു കൊടുക്കുന്ന ജോലി നാട്ടിലെ പ്രസ്സുകാരുടെ ജോലിയാ. അപ്പൊ ഇതെല്ലാം നടക്കുന്ന ഈ 2 പവിത്രമായ മാസങ്ങളിലാണ്, റബീഉൽ അവ്വലിലും റമളാനിലും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് സമീപനമായി എടുക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു, വഇദാ സമിഉൽ ലഗ്വ അറളൂ അൻഹു. ഏതെങ്കിലും ഒരു പിഴവ്, ഏതെങ്കിലും പാഴായ കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു അറളൂ അൻഹു, അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. വഖാലൂ, നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യ 2 പേരിൽ നിന്ന് സംസാരിക്കുകയാ, അനാവശ്യ സംസാരമാണെന്ന് മനസ്സിലാക്കുമ്പോ നിന്നെ വിളിക്കുമേടോ അഭിപ്രായം പറഞ്ഞിട്ട് പോയെന്ന് പറയുമ്പോ എന്താ നമ്മൾ പറയേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും. എനിക്ക് എന്റെ പണി, നിങ്ങൾക്ക് നിങ്ങളുടെ പണി. എനിക്കിതിനൊന്നും സമയമില്ല. സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ.
ഒരിക്കലും എനിക്ക് വിഡ്ഢികളോട് ഇടപെടാൻ കഴിയില്ല. എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ടങ്ങ് പോകലാണ് വേണ്ടത്. മൻസൂർ രാജാവ് ഇറാഖിന്റെ ഭരണാധികാരിയാണ്. ഇറാഖിന്റെ ഭരണാധികാരിയായ മൻസൂർ രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ അതാ ഒരു സാഹസിക പ്രകടനം നടത്തുന്നയാള് വരികയാ. വല്ലാത്ത പ്രകടനം നടത്തുന്ന ആളാണ്. മാസ്മരിക ലോകത്തേക്ക് സദസ്സിനെ കൊണ്ടുപോകുന്ന ഒരു വലിയ മിടുക്കനായ മനുഷ്യൻ വരികയാ. ആരുടെ കൊട്ടാരത്തിലാണ്? ഇറാഖിന്റെ ഭരണാധികാരി മൻസൂർ രാജാവിന്റെ കൊട്ടാരത്തിലാ. മൻസൂർ രാജാവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, രാജാവേ, എനിക്ക് കുറെ കാര്യങ്ങൾ കാണിക്കാൻ കഴിയും. എനിക്ക് വലിയ സമർത്ഥമായ പലതും എനിക്ക് അങ്ങയുടെ മുമ്പിൽ കാണിക്കാൻ കഴിയും. ഞാൻ കാണിച്ചോട്ടെ. ഇറാഖ് ഭരിക്കുന്ന മൻസൂർ രാജാവ് സാത്വികനാണല്ലോ. ആ രാജാവ് പറഞ്ഞു, നീ കാണിക്കാനുള്ളത് കാണിച്ചിട്ട് പൊയ്ക്കോ. കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, വല്ലാത്ത നിശബ്ദതയുടെ നടുവില് സഹോദരങ്ങളെ, മൻസൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ വന്ന പ്രകടനം നടത്തുന്ന ആള് ചെയ്തതെന്തെന്നറിയോ? അയാള് തന്റെ സഞ്ചിയിൽ നിന്ന് 20 ഗ്ലാസുകൾ പുറത്തെടുത്തത്രേ. 20 ഗ്ലാസുകൾ എടുത്തിട്ട് ഒന്ന് ഉയർത്തിയിട്ടു, രണ്ടാമത്തതും ഉയർത്തിയിട്ടു, മൂന്നാമത്തതും ഉയർത്തിയിട്ടു. ഒന്നിന് പുറകെ ഒന്നായി ഉയർത്തിയിട്ട് ഒന്നൊന്നിനോട് മുട്ടാതെ തട്ടാതെ നിലത്ത് വീടാതെ എല്ലാ കൈകൊണ്ട് പിടിച്ചമ്മാനമാടിക്കൊണ്ടിരിക്കുകയാ. പറ്റുവോ? വഞ്ചിയൂറുകാർക്ക് പറ്റുവോ? മണ്ണൂർ ഭാഗത്തുകാർക്ക് പറ്റുവോ? ആലങ്കോടുകാർക്ക് പറ്റുവോ? തിരുവനന്തപുരത്തുകാർക്ക് പറ്റുവോ? കേരളക്കാർക്ക് പറ്റുവോ? ഇന്ത്യക്കാർക്ക് പറ്റുവോ? കഴിയില്ല. മൻസൂർ രാജാവിന്റെ മുന്നിൽ വന്ന് 20 ഗ്ലാസുകൾ എടുത്ത് അമ്മാനമാടുന്ന മനുഷ്യന്റെ പ്രവൃത്തി കണ്ടപ്പോൾ സദസ്സ് സ്തബ്ധമായി. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാ. എന്താ ഇയാളുടെ കഴിവിൽ സമ്മതിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ജാഗ്രതയോടെ നോക്കി നിൽക്കുമ്പോൾ രാജാവ് ചോദിച്ചു, ഇത്രയേ ഉള്ളോ? അയാൾ പറഞ്ഞില്ല, ഒന്നുകൂടെ ഞാൻ കാണിച്ചോട്ടെ. എന്നാ കാണിക്ക്. ആ സമയത്ത് സഞ്ചിയിൽ കരുതി വെച്ചിരുന്ന ഒരു സൂചിയെടുത്ത് കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ അങ്ങിടുകയാ. ആ സൂചിയെടുത്ത് നടുത്തളത്തിലേക്ക് ഇട്ടു. രണ്ടാമത്തെ സൂചിയെടുത്ത് അതിന്റെ അഗ്രം ഒന്നാമത്തെ സൂചിയുടെ ദ്വാരത്തിൽ എറിഞ്ഞു കൊള്ളിച്ചു. ഒരു പിഴവ് പറ്റിയില്ല. കൃത്യമായി അതിലേക്ക് തന്നെ കൊള്ളുകയാ. മൂന്നാമത്തെ സൂചി എടുത്തിട്ട് രണ്ടാമത്തെ സൂചിയുടെ ദ്വാരത്തിൽ അതിന്റെ അഗ്രം പ്രവേശിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ നാലാമതും അഞ്ചാമതും എടുത്തു 100 സൂചികൾ എടുത്തത്രേ. ആ 100 സൂചികളുടെയും ഒന്നാമത്തെ സൂചിക്ക് പുറകെ വരുന്ന ബാക്കി 99 സൂചികളുടെയും അഗ്രം അതിന് തൊട്ടു മുമ്പ് നിലത്തു വീണ സൂചിയുടെ ദ്വാരത്തിലേക്ക് കൊള്ളിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ ഇറാഖിലെ മൻസൂർ രാജാവ് എന്താണോ പറയുന്നതെന്നറിയാൻ സദസ്സ് മുഴുവനും സ്തബ്ധമായി നിൽക്കുമ്പോൾ രാജാവിന്റെ കൽപ്പന വരികയാ. അഅ്തു അൽഫ ദിർഹമിന് വമിഅത ലർബാ. പട്ടാളത്തെ വിളിച്ചിട്ട് പറയാണ്, ഇവന് 1000 ദീനാറ് കൊടുക്കൂ. സദസ് അത്ഭുതത്തോടെ നോക്കി. 1000 ദീനാറ് സമ്മാനമോ? 1000 ദീനാറ് സമ്മാനം കൊടുക്കൂ എന്ന് പറഞ്ഞ ഉടനെ മൻസൂർ രാജാവ് പറഞ്ഞു, 100 അടിയും അങ്ങ് കൊടുത്തേക്കുക. 100 അടിയും കൊടുക്കണം, 1000 ദീനാറും കൊടുക്കണം. 1000 ദീനാറ് കൊടുക്കാൻ വേണ്ടി പട്ടാളക്കാര്, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാര് ശ്രമിക്കുമ്പോ ഒരു ന്യായമായ സംശയം കൊട്ടാര പണ്ഡിതൻ ചോദിച്ചു ഇറാഖിലെ മൻസൂർ രാജാവിനോട്. 1000 ദീനാറ് കൊടുക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. കാരണം ഇത്രയും വലിയ സാഹസികത കാഴ്ചവെച്ച ഒരാള് വേറെ ആരും ഇല്ലല്ലോ. പക്ഷെ 100 അടിയുടെ കാര്യം മനസ്സിലായില്ലല്ലോ. അപ്പോഴാണ് മൻസൂർ രാജാവ് പറഞ്ഞു, ആവശ്യമില്ലാതെ ഈ വിശ്വാസികളുടെ ഇപ്പറയും സമയം നഷ്ടപ്പെടുത്തിയതിന് അവന് 100 അടിയും കൊടുക്കണം.